ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ചെത്തിരിയുടെ പെരുന്നാൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മിനിക്കോയിൽ ഇന്നാണ് പെരുന്നാൾ 18-ാം തീയതി. അപ്പോൾ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളിലൂടെ തന്നെ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്, വില്ലേജ് ഹൗസിലാണ്. അപ്പോൾ ഇവിടെ കണ്ടിട്ടില്ലേ, ഇവിടെ നമ്മൾ മറ്റ് നാടുകളെക്കാളും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു സംസ്കാരമുള്ള ഒരു ദ്വീപാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒത്തൊരുമയുള്ള മറ്റൊരു സ്ഥലം തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്ക് ഒരുമയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഇന്ന് പെരുന്നാളിൻ്റെ രാത്രിയാണ്. അപ്പോൾ രാത്രിയിലെ ഫുഡ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നവരൊക്കെ തന്നെയും ഒരേപോലെയുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. ഇവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് ലിബാസ്. ഇവരുടെ ഭാഷയിൽ ഇതിനെ ലിബാസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഇതിനെ ലിബാസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് പലഹാരങ്ങളും അതേപോലെ പൊറോട്ട എന്ന് പറയുന്ന അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. അതിൻ്റെ കൂടെ ഇറച്ചിക്കറി, മീൻ കറി എന്ന് വേണ്ട സകലമാന കറികളും ഇന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, മിനിക്കോയിൽ 11 വില്ലേജ് ഉണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 11 വില്ലേജിലുള്ള ആൾക്കാരും ഇന്ന് രാത്രിയുള്ള ഭക്ഷണവും നാളെ രാവിലത്തെ ഭക്ഷണവും അവരുടെ വില്ലേജ് ഹൗസിൽ നിന്നാണ് കഴിക്കുക. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. കാരണം പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും അവരവരുടെ വീടുകളിലൊന്നുമല്ല കഴിക്കുക, ഈ വില്ലേജ് ഹൗസുകളിലായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സ്ത്രീകളും. ഈ ഒരു ഫുഡ് ഇവിടുത്തെ വില്ലേജുകാർക്ക് മാത്രമല്ല, ഇന്ന് രാത്രി ആര് വേണമെങ്കിലും, ഏതൊരു ദ്വീപിലുള്ള ആൾക്കാർ വേണമെങ്കിലും ഈ ഒരു വില്ലേജ് ഹൗസിൽ ചെന്നാൽ ഇന്ന് രാത്രി നമുക്ക് വളരെ രുചികരമായ ഭക്ഷണം ലഭിക്കുന്നതായിരിക്കും. അതിന് കാശൊന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരം എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ലക്ഷദ്വീപിൽ എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിട്ട് വേറെ വീടുകളിലൊക്കെ പോയി നമ്മൾ കഴിക്കാറുണ്ട്. നമ്മളെ ബന്ധുക്കളുടെ വീടുകളിലും അതേപോലെ നമുക്ക് പരിചയമുള്ളവരുടെയൊക്കെ വീടുകളിൽ നമ്മളെ ക്ഷണിച്ച് നമ്മൾ പോയി കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരുമയോടുകൂടി ഓരോ വില്ലേജുകാരും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കാതെ അവരവരുടെ വില്ലേജ് ഹൗസുകളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ വളരെ ഒത്തൊരുമയോടുകൂടി ഭക്ഷണം തയ്യാറാക്കി അത് വിളമ്പുന്നത് നമുക്ക് കൊതിയോടെ നോക്കി നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് ഇവരുടെ അടുത്ത് നിന്നും. പിന്നെ ഒരു ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലേജ് ഹൗസുകളിലേക്ക് 11 വില്ലേജിലുള്ള ആൾക്കാരും വരുന്നതായിരിക്കും. എല്ലാ വില്ലേജ് ഹൗസുകളിലേക്കും അവരങ്ങനെ പോകും. എന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ, നാളെ ഈദാണല്ലോ. അപ്പോൾ ഈദ് മുബാറക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ വില്ലേജ് ഹൗസിലേക്കും പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ വൈകുന്നേരം തയ്യാറാക്കിയില്ലേ കുറേ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെയും ഇവർക്ക് വിളമ്പിക്കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ പരസ്പര സഹകരണത്തോടു കൂടിയാണ് ഇവരുടെ ഈദ് ആഘോഷം ഇവിടെ പൊടിപൊടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാൻ. പിന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉണ്ടാവും. വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വേറെ ദ്വീപിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാർ, ഇപ്പം എന്നെപ്പോലെയുള്ളവർ. അപ്പോൾ നമ്മളെയൊക്കെ അവരങ്ങോട്ട് ക്ഷണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ അവരുടെ ക്ഷണമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെ പോയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മിനിക്കോയി പലഹാരങ്ങളും ചായയും എന്ന് വേണ്ട അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടത്, അത് വേണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് എടുത്ത് കഴിക്കാവുന്ന ഒരു സംവിധാനമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ രാത്രിക്കത്തെ വിരുന്നിനൊക്കെ ശേഷം വീണ്ടും നാളെ രാവിലെ പെരുന്നാളാണല്ലോ. അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു വില്ലേജ് ഹൗസിൽ വെച്ചിട്ടായിരിക്കും രുചികരമായ മറ്റ് ഭക്ഷണങ്ങൾ, നെയ്ച്ചോറ്, കുറുമ, സാദാ ചോറ്, അതേപോലെ വ്യത്യസ്തമായ ഒരുപാട് രുചികരമായ കറികളും പലഹാരങ്ങളും വീണ്ടും തയ്യാറാക്കിക്കൊണ്ട് ഇന്ന് രാത്രി അവർ വെളുപ്പിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമുക്കും കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ, നാളെ പെരുന്നാളാണല്ലോ. പിന്നെ നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു വന്നു. നമുക്കും പെരുന്നാളിന് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു കാര്യമാണ് മൈലാഞ്ചി ഇടൽ. അപ്പോൾ സൈബ കുറേ സമയമായി അവളെ മൈലാഞ്ചിയും പിടിച്ചുകൊണ്ട് അവളെ കയ്യിലേക്ക് വരച്ച് തരണമെന്നൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവസാനം നമ്മൾ മൈലാഞ്ചി ഇടാനിരുന്നു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ അവളിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലേക്കൊക്കെ ഇട്ടു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് കുറേ വൈകിപ്പോയി. എന്തായാലും പിറ്റേ ദിവസം പെരുന്നാളാണല്ലോ, അപ്പോൾ നമുക്ക് നേരത്തെ എണീക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ ഇതാ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വില്ലേജ് ഹൗസിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ എല്ലാവരും കൂടി ഒരേ സ്ഥലത്തിരുന്നിട്ടൊന്നും അല്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. പെരുന്നാളിന് അവരവരുടെ വീടുകളിലും പിന്നെ നമ്മളെ ബന്ധു വീടുകളിലേക്കൊക്കെ നമ്മൾ പോയിട്ട് അവിടെയൊക്കെ നമ്മളെ ക്ഷണിച്ചാൽ നമ്മളവിടെ പോയി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോട്ടേഴ്സിലും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ചെറിയ വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തുതന്നെ പറഞ്ഞാലും നമ്മളെ നാട്ടിൽ നമ്മളെ ബന്ധുക്കളുടെ ഒപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടില്ല. ഉമ്മയും അനിയന്മാരും എൻ്റെ ഇളയമ്മമാരും ഒക്കെ കൂടിയുള്ള ആ ഒരു പെരുന്നാൾ ആഘോഷം അത് എത്ര പറഞ്ഞാലും എനിക്ക് ഭയങ്കര മിസ്സാണ്. പിന്നെ നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് നമുക്ക് എന്തായാലും വേറൊരു സ്ഥലത്ത് വന്ന് താമസിച്ചല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ ഉള്ളിടത്ത് നമ്മളത് ആഘോഷിക്കുക. അങ്ങനെ വളരെ ആർഭാടമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ ബിരിയാണിയും പായസമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കോട്ടേഴ്സിൽ. അപ്പോൾ വേറെ ദ്വീപിലുള്ള നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഒക്കെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈബായ്ക്കും ബാപ്പയ്ക്കും ബിരിയാണി ഇന്ന് പൊതിയിൽ കെട്ടി കഴിക്കണം എന്നൊരു മോഹം. അങ്ങനെ പിന്നെ പെരുന്നാളായതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് പൊതിയൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അടിപൊളിയാന്നൊക്കെ അവൾ പറയുന്നുണ്ടേ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളെ വേറൊരു വീട്ടിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ സ്പെഷ്യൽ മിനിക്കോയി പലഹാരങ്ങളൊക്കെ കൂട്ടി അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ചായയും നമ്മൾ കുടിച്ചു. അതിനുശേഷം പിന്നെ എല്ലാവരും തെക്ക് ഭാഗത്തേക്കൊക്കെ വണ്ടിമേലിങ്ങനെ പോകും. അങ്ങനെ നമ്മൾ പോയി നമ്മളും അവരുടെയൊക്കെ കൂടെ ഒരാളായി നമ്മളും ചെന്നു. മറ്റ് നമ്മളെ ലക്ഷദ്വീപിലുള്ള ദ്വീപുകളിലൊക്കെയും തന്നെയും പള്ളികളിൽ ദിക്റുള്ള ഒരു ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ. പക്ഷേ ആ ഒരു കാഴ്ച നമുക്ക് മിനിക്കോയിൽ കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ എവിടെയും ഒരു പള്ളിയിലും ദിക്ർ റാത്തീബ് തുടങ്ങിയവയൊന്നും തന്നെ ഇല്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ ദ്വീപിനും അവരുടേതായ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കൈകടത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതവരുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ദിക്റൊക്കെ മിസ്സാവുന്നുണ്ട്. അത് ഇവർക്കും നമ്മളെ നാട്ടിൽ വന്ന ഇവരുടേതായ ചില സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ മിസ്സാവില്ലേ, ആ ഒരു കാര്യമേ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ മിനിക്കോയുടെ തെക്ക് ഭാഗത്തുള്ള തുണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇവിടെ തുണ്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു സ്ഥലത്തെ നല്ല പച്ച പരവതാനി വിരിച്ച പോലെയുള്ള പുൽമേടുകളാണ്. ഇതാരും വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല, ഇവിടെ പ്രകൃതി കനിഞ്ഞരളിയതാണ് കേട്ടോ ഈ ഒരു പ്രദേശം. എത്തിയപ്പോഴേക്ക് നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരസ്പരം ഈദും മുബാറക്കൊക്കെ വിഷ് ചെയ്തു. രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടു കൂടി നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു വൈകുന്നേരമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ബലിപെരുന്നാളിൻ്റേത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പെരുന്നാൾ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.